ഒരുപാട് തരം മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ഏരിയയാണ് കേരള എന്ന് പറയുന്നത്, നമ്മുടെ കേരളം. സോ കേരളം ഒരുപാട് തരം മാറ്റങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്, ഒരു പ്ലേസാണ്. അത് പലതരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. എക്കണോമിക്കൽ ചേഞ്ചസ്, കൾച്ചറൽ ചേഞ്ചസ്, ഫാഷൻ ചേഞ്ചസ്, ലിംഗോ അതായത് ലാംഗ്വേജ്, വൊക്കാബുലറി ചേഞ്ചസ്, ദ വേ വി ബിഹേവ്, ദ വേ വി റിയാക്ട്, ദ വേ വി ബിലീവ്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു ഏരിയയാണ് കേരളം. പക്ഷേ ഇന്ന് കേരളം കടന്നു പോകുന്ന വലിയൊരു ഇഷ്യൂ ആണ് ടോക്സിസിറ്റി ബിറ്റ്വീൻ അല്ലെങ്കിൽ എമംഗ് യങ്സ്റ്റേഴ്സ്. നമ്മുടെ യുവാക്കളുടെ യുവതികളുടെ ഇടയിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു വൈബ് കൂടി വരികയാണ്. ടോക്സിക് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ, ടോക്സിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ, ടോക്സിക് ആയിട്ടുള്ള കണ്ടൻറ് കൺസംഷൻ, ഇതെല്ലാം കൂടി ഒരു കംപ്ലീറ്റ് ടോക്സിക് എന്ന് പറയാൻ പറ്റത്തില്ല, അതിലും കൂടുതൽ എന്തെങ്കിലും വാക്കെടുക്കേണ്ടി വരും. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ടോക്സിക് പാക്കേജ് ആയിട്ട് നമ്മുടെ യൂത്ത് മാറിയിരിക്കുകയാണ്. അതൊരു വലിയ ഭീഷണിയും കൂടിയാണ്. ഇതിലെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെ ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന രീതി ഡിഫറൻ്റ് ആണ്. അതായത് 90s കിഡ്സ് വേഴ്സസ് 2K കിഡ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ മാന്യമായിട്ട് ഇവിടുത്തെ പ്രശ്നത്തെപ്പറ്റി വിവരിച്ചു കൊടുക്കാൻ പറ്റാതെ ഈ രണ്ട് കൂട്ടരും തമ്മിൽ തെളിയിപ്പിക്കാനാണ് ആൾക്കാർ നോക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ആ രീതിയിലുള്ള ഫൈറ്റൊന്നും വേണ്ട. പക്ഷേ അവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത് 90s കിഡ്സിൻ്റെ ഇടയിൽ ഈ പറയുന്ന പോലത്തെ മോശം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരുടെ ഇടയിൽ ആ ഒരു വഴിയെ പോകുന്നവരുടെ എണ്ണം കുറവായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ 2K കിഡ്സിൻ്റെ ഇടയിൽ ആ ഒരു ടോക്സിക് ആയിട്ടുള്ള ട്രേറ്റ്സ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വേയിലൂടെ പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ ആക്ച്വലി ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ഈ ടോക്സിക് ആയിട്ടുള്ള ഈ ഒരു വൈബ് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഈ ഒരു ഫുൾ പാക്കേജ് നമ്മൾ പറയുമ്പോഴത്തേക്കും അതിൽ മെയിനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ യൂത്തിൻ്റെ ബിഹേവിയറാണ്. നമ്മുടെ യൂത്തിൻ്റെ ദ വേ ദ ടോക്കും ദ വേ ദ റിയാക്റ്റും ആണ്, അല്ലെങ്കിൽ ദ വേ ദി അക്സെപ്റ്റ് തിങ്സ് ആണ്. അപ്പോൾ ഇത് ബേസിക്കായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ ഇന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കാര്യമാണ് തെറിവാക്കുകളുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഉപയോഗം. തെറി എന്ന് പറയുന്നത് പണ്ട് തൊട്ടുള്ളൊരു കാര്യമാണ്. ഞാനും നിങ്ങൾ തുടങ്ങുന്ന എല്ലാ മല്ലൂസും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും തെറി വിളിക്കുന്നവരാണ്. പല സാഹചര്യങ്ങളിൽ വിളിക്കാറുണ്ട്. പക്ഷേ ഒരു സമയത്ത് അത് കൂടുതലും വിളിച്ചുകൊണ്ടിരുന്നത് ഒരു ആവശ്യമുള്ളപ്പോഴായിരുന്നു. ഒരു ഫൈറ്റ് നടക്കുവാണ്, ഒരു വഴക്ക് നടക്കുവാണ്, അപ്പോൾ നമ്മൾ മറ്റൊരാളെ തെറി വിളിക്കുന്നു, അവൻ നമ്മളെ വിളിക്കുന്നു, അന്ന് അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ചിലവന്മാർ കുടിച്ചു കഴിഞ്ഞിട്ട് വഴി കടന്ന് ചുമ്മാ തെറി വിളിക്കും. അത് പബ്ലിക് ന്യൂസൻസ് ആണ്, അത് വേറൊരു ക്രൈമാണത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മാറിയിട്ട് സാധാരണ കൊച്ചു വർത്താനം പോലത്തെ കാര്യങ്ങൾ പബ്ലിക്കിൽ സംസാരിക്കുക, പബ്ലിക് ബസ്സിൽ സംസാരിക്കുക, അങ്ങനത്തെ ടോക്സിൻ്റെ ഇടയിലേക്ക് തെറി വരികയും അത് നോർമലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുക. അത് നോർമലൈസ് ചെയ്യപ്പെടുന്നില്ലെങ്കിലും അതിനെ നോർമലൈസ് ചെയ്യാൻ നോക്കുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് ഇന്നലെ വരെ അടി ഉണ്ടാകുമ്പോഴൊക്കെ മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകൾ ഇന്ന് തൊട്ട് വളരെ മാന്യമായിട്ടുള്ള സംസാരങ്ങൾക്കിടയിലേക്കും കയറി വരിക എന്ന് പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷെ നമ്മുടെ യൂത്തിന് അത് അക്സെപ്റ്റ് ചെയ്യിപ്പിച്ചേ പറ്റുള്ളൂ. അവർക്ക് എന്ത് വില കൊടുത്തും തെറിവാക്കുകളെ നോർമലൈസ് ചെയ്യണം. അതായത് ഒരു സാധാരണ സംസാരമായിക്കോട്ടെ, സ്ത്രീകളും പിള്ളേരെയൊക്കെയുള്ള ഒരു ബസ്സായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവർക്ക് തെറി പറയണം, തെറിവാക്കുകൾ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ തെറി പറയുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അല്ല. ഈ തെറി പറയുമ്പോഴത്തേക്ക് അത് എല്ലാവരെയും കേൾപ്പിച്ച് പറയണം, അങ്ങനെ ഞങ്ങൾ മാസമാണെന്ന് തോന്നിപ്പിക്കണം എന്നുള്ളൊരു തോന്നലും ഇവരുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. അത് ഒന്നാമത്തെ ഇഷ്യൂ എന്ന് നമുക്ക് പറയാം. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഇഷ്യൂസും കൂടിയുണ്ട്. അതുപോലെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ടോക്സ് കൂടാതെ മറ്റൊരു ഇഷ്യൂവും കൂടിയാണ് ടോക്സിക് ആയിട്ടുള്ള കംപ്ലീറ്റ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ബിഹേവിയർ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഇന്നത്തെ നമ്മുടെ യൂത്തിൻ്റെ ഇടയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളാണ് വഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വള്ളി പിടിക്കുക, അലമുണ്ടാക്കുക, തെറി വിളിക്കുക, അടി ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. സോ എങ്ങനെയാണ് നമ്മുടെ യൂത്ത്, അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ക്ലബ്സ് ഉണ്ടാക്കുക, ക്ലബ്ബ് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ, സ്പോർട്സ് കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ചാരിറ്റി, വടംവലി, അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന പിള്ളേർ ഇപ്പോൾ മാറിയിട്ട് വള്ളി പിടിക്കുക. വള്ളിയാണ് ഇപ്പോൾ ഇവരുടെ മെയിൻ ഗോളെന്ന് പറയുന്നത്. അതായത് ഒരു ക്ലബ്ബ് ആക്ടിവിറ്റി അല്ല ചെയ്യേണ്ടത്, ഇവർക്കിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ വള്ളി പിടിക്കുക, നാലാളെ തല്ലുക എന്നാണ്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമ്മുടെ യൂത്ത് എങ്ങനെ വന്നു എന്നുള്ളതൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ബാഡായിട്ടുള്ളൊരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു വളരുന്ന കുട്ടികൾ എന്ത് കരുതും? അവർ കരുതുമ്പോഴത്തേക്കും ഓക്കെ, അതായത് വള്ളി പിടിക്കുക എന്ന് പറഞ്ഞാൽ മഹത്വമുള്ള കാര്യമാണ്, അപ്പം നാലാളെ തല്ലിക്കഴിഞ്ഞാൽ സെറ്റാണ്, നമ്മൾ മാസമായി എന്ന് കരുതും. അതായത് ഇന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് തൊഴിൽ ചെയ്ത് കുടുംബം നോക്കുന്ന ഒരുത്തൻ, അല്ലെങ്കിൽ മാന്യമായിട്ട് പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് ഒരുത്തൻ വാണമാണ്, അവൻ CBSE വാണമാണ്, അവൻ സ്റ്റേറ്റോ CBSE ഒന്നും നോക്കണ്ടില്ല, അവൻ CBSE വാണെന്നാണ് വിളിക്കുന്നവനെ. ആ സ്ഥാനത്ത് ഒരക്ഷരവും പഠിക്കാതെ അപ്പൻ്റെ അമ്മയുടെ പൈസയ്ക്ക് പുട്ടടിച്ച് അവരെ മുടിപ്പിച്ച്
വഴി കൂടെ തിണ്ടിത്തിരിഞ്ഞിട്ട് തെറിയും വിളിച്ച് പണിക്കും പോകാതെ വെള്ളം അടിച്ച് വാളും വെച്ച് നാറ്റക്കേസ് കളിച്ച് നടക്കുന്നവന്മാരെയൊക്കെ മാസ് അട്ടായന്മാരെന്ന് വിളിക്കുകയും ചെയ്യും. അവർക്ക് റെസ്പെക്റ്റ് കിട്ടും സമൂഹത്തിൽ. ആ സ്ഥാനത്ത് മര്യാദയ്ക്ക് പഠിച്ചോ പഠിക്കാതെയോ അല്ലെങ്കിൽ നല്ലൊരു ജോലി ചെയ്ത് കുടുംബം നോക്കുന്ന ഒരുത്തിന് പട്ടി വില അവൻ വേണം, CBSE വേണം. അവൻ വെള്ളമടിക്കത്തില്ല, കാരണം അവൻ കിട്ടുന്ന പൈസ ഫാമിലിക്ക് കൊണ്ട് കൊടുക്കും, അതുകൊണ്ട് അവൻ CBSE വേണമാണ്. ആ സ്ഥാനത്ത് കിട്ടുന്ന പൈസ കുടുംബത്തിന് കൊടുക്കാതെ എവിടുന്ന് വിളിച്ചിറക്കൊണ്ട് വന്ന് 5-6 പിള്ളേരുമായി അതുങ്ങൾക്ക് പട്ടിണി കിടന്ന് തിന്നാനും ഇല്ല, സ്കൂളിൽ പോകാനും പൈസ ഇല്ല, കിടക്കുന്ന പിള്ളേർ വീട്ടിൽ കിടക്കുന്നത്. അപ്പോൾ ഒരുത്തം പണിക്ക് പോകണ പൈസയ്ക്ക് വെള്ളം അടിച്ച് അവൻ മാസ്, വെള്ളം അടിച്ച് വാൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവനാണ് മാസ് ആ നാട്ടിലെ. അപ്പോൾ ഇത് മറ്റൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ യൂത്തിൻ്റെ ഇടയ്ക്കും. പിന്നെ നമ്മുടെ ഈ യൂത്തിൻ്റെയൊക്കെ വലിയ ഏട്ടായ്മാരായിട്ടുള്ള 90s കിഡ്സ് കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു ജനറേഷൻ ഉണ്ടല്ലോ, അത് 90s കിഡ്സിൻ്റെ പക്കാ 90സിനും നമ്മുടെ 2K ഇടയ്ക്കുള്ളൊരു സമൂഹം, അവരും ഇതൊക്കെ തന്നെയായിരുന്നു ഒരു സമയത്ത് അവസ്ഥയും ഇപ്പോഴും അതൊക്കെ തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഒരു പക്ഷേ അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ 2K കിഡ്സും ഇത് കണ്ടു പഠിച്ചേക്കുന്നത്. പക്ഷേ കണ്ടു പഠിക്കുക എന്ന് പറയുന്നത് അതൊരു എക്സ്ക്യൂസ് അല്ലല്ലോ. കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് അല്ല. നമ്മൾ ആരായിരിക്കണം എന്നുള്ളത് നമ്മുടെ ഒരു തോന്നലാണ്. അതായത് ഇന്ന് ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്കിങ്ങനെയൊക്കെ ആകണമെന്ന്, എനിക്കിങ്ങനെ തെറി വിളിക്കണം, എനിക്ക് ഇന്ന ബ്രാൻഡ് വെള്ളം അടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നിർത്തുന്നത് എന്തുകൊണ്ട് ഇതൊക്കെ കണ്ട് പഠിക്കാതെ സ്വന്തമായിട്ട് എനിക്ക് നല്ലവനായിട്ട് ജീവിക്കണം എന്ന് പഠിക്കുന്നില്ല? മറ്റൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഇൻഫ്ലുവൻസേഴ്സ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ യൂത്തിനെ ക്യാൻവാസ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ. നോക്കുമ്പോഴത്തേക്ക് അവർ ഫേമസ് സെലിബ്രിറ്റീസൊക്കെ ആയിരിക്കും, അവർ ഹാംഫുള്ളൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ അവർ കൺവേ ചെയ്യുന്ന മെസ്സേജസോ നമ്മുടെ യൂത്തിലേക്ക് ഡ്രഗ്സ് കുത്തിവെച്ചതും നമ്മുടെ യൂത്തിലേക്ക് പലതരത്തിലുള്ള മോശം ഹാബിറ്റ്സ് കൊണ്ടുവന്നതും തെറിയൊക്കെ നോർമലൈസ് ചെയ്തതും ഇവരൊക്കെ തന്നെയാണ്. ആരും അംഗീകരിച്ച് തരത്തില്ല, കാരണം അംഗീകരിച്ച് തരാനും മാത്രമുള്ള ബോധം അവർക്കില്ല, അന്തം ഫാൻസ് ആയിപ്പോയി. പിന്നെ ഈ പറഞ്ഞ ആൾക്കാരുടെ അക്കൗണ്ടിൽ നിന്ന് വീഡിയോസൊക്കെ റിമൂവ് ആക്കിയിട്ടും ഉണ്ടായിരിക്കും. സോ തപ്പിപ്പോയിക്കാണെങ്കിൽ നമുക്കത് കിട്ടത്തുമില്ല. പക്ഷേ ഒരു കാലത്ത് കേരളത്തിലെ യൂത്തിനെ ഫുള്ള് ക്യാൻവാസ് ചെയ്ത് ഈ ഒരു ഇതിൽ എത്തിച്ചേക്കുന്നതിൽ നല്ലൊരു പങ്കും ഇൻഫ്ലുവൻസേഴ്സിനുണ്ടെന്നുള്ളതും വാസ്തവമാണ്. അത് പറഞ്ഞപ്പോഴാണ് ഇന്ന് നമ്മുടെ യൂത്ത് റോൾ മോഡലാക്കുകയും പണിയും സ്കൂളൊക്കെ മാറ്റിവെച്ച് കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോകളും ലൈവ് സ്ട്രീമുകളൊക്കെ തെറി വർഷമുള്ള വീഡിയോകളാണ്. തെറി മാത്രമേ തുള്ളൂ, തെറിയും കാര്യങ്ങളും അലമ്പും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒരു സമയത്ത് പണ്ടും ഡബ്ബുണ്ട്, തെറി ഡബ്ബൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഫുൾ ടൈം കൺസ്യൂം ചെയ്യുന്നവരല്ല, അതിനൊന്നും ആരും പൊക്കി പിടിക്കാറുമില്ലായിരുന്നു. പക്ഷേ ഇതെല്ലാം കണ്ട് ഇതിനെ പൊക്കി പിടിച്ച് അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അങ്ങനെ തെറി വിളിക്കുന്നവർ വലിയ മഹത്വമുള്ളവരാണെന്നും പറഞ്ഞ് അവരെയും പൊക്കി പിടിച്ച് അവർക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഉറങ്ങാനും കുറേ ആൾക്കാർ. അവർ പറയുന്ന കാര്യങ്ങളാണ് യഥാർത്ഥ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കി തെറി വിളിക്കണം, തെറിയാണ് ഏറ്റവും വലിയ മഹത്വമായിട്ടുള്ള കാര്യങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പിള്ളേർ പൊട്ടന്മാർ. അങ്ങനെ അതിൻ്റെ കൂടെ ഇതിലൊക്കെ പെട്ടുപോകുന്ന കൊച്ചു കുട്ടികളും അവരിതെല്ലാം കണ്ടിട്ട് ഓർക്കും ഇതൊക്കെയാണ് മാസം എന്ന് പറഞ്ഞ് അവരും തെറി വിളിക്കും. കുറേ യൂട്യൂബേഴ്സിന് പൈസ കിട്ടും, അവർക്ക് ഫണ്ട് കാര്യങ്ങളൊക്കെ വരും, ഫാൻസ് ആകാനുള്ള കുട്ടികളുമുണ്ട്. സോ അവർ വീണ്ടും തെറി വിളിച്ചുകൊണ്ടിരിക്കും. അവർക്കും കാണും ഭാര്യ മക്കളൊക്കെ, പക്ഷെ അവർ പണം നോക്കി പോകുന്നുണ്ട്, അവർക്ക് പണം ഉണ്ടാക്കാൻ തെറി വിളിക്കണം എന്നും പറഞ്ഞാൽ നിങ്ങളിത് തെറി വിളിച്ച് നടന്നിട്ട് നിങ്ങളുടെ പിള്ളേരെ തെറി വിളിപ്പിച്ചിട്ട് നിങ്ങളുടെ അനിയന്മാരെ തെറി വിളിപ്പിച്ച് നടന്നിട്ട് കാര്യമുണ്ട്. ഇപ്പോൾ ഒരു യൂട്യൂബറിനെ തെറി വിളിച്ച് പൈസ വിടുന്നുണ്ടെങ്കിൽ അവനത് വിളിക്കണം പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അവൻ നോക്കുന്ന അവൻ്റെ കാര്യമാണ്, സമൂഹത്തിനായിട്ട് നോക്കാറില്ല. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആർക്കും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. ഓക്കെ, യൂട്യൂബർ ആയിരിക്കാം, സ്ട്രീമർ ആയിരിക്കാം, ആരും ആയിരിക്കാം, പക്ഷേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇല്ലെന്നുള്ളതാണ് വാസ്തവം. സാമൂഹിക ജീവിയല്ലേ വരുന്നു, സമൂഹത്തിന് വേണ്ടി ഗുണങ്ങൾ ചെയ്യാറില്ല. അവരുടെ സ്വാർത്ഥമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി അതെല്ലാം തന്നെ പോകും. ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡാണ് AI തെറി വോയിസ് വീഡിയോസ്. അതായത് ഈ ചോട്ടാ ഭീമെ, ഡോറ ബുജ്ജിയൊക്കെ എടുത്തിട്ട് അതിലേക്ക് തെറി ഡബ് കയറ്റി വിടും AI ഉപയോഗിച്ചിട്ട്. ഒരു തുക്കുട് സാഹിബ് എന്ന് പറഞ്ഞ ഒരുത്തനാണ് ആദ്യം കൊണ്ടുവന്നത്. അവൻ തെറിയല്ല, കുറച്ച് ഫണ്ണി വീഡിയോസൊക്കെ ആയിരുന്നു. പക്ഷെ ആ വോയിസ്, ആ ഒരു സ്പെസിഫിക് AI വോയിസ് ഇപ്പോൾ എടുത്തിട്ട് എല്ലാവരും തെറിവിളിയാണ്. ഏത് നിഷ്കളങ്കമായിട്ടുള്ള കാർട്ടൂൺ കണ്ടാലും അത് തെറി കേട്ടണം, അല്ലെങ്കിൽ ഇവർക്ക് സമാധാനം വരത്തില്ല. ഇവനൊക്കെ ഉണ്ടാക്കിയിട്ട് ആരെന്ന് എനിക്കറിയത്തില്ല. ഒരു പുതപ്പിൽ തുടച്ച് തീർക്കേണ്ട കേസൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ എന്തൊക്കെയായാലും ഇന്നിങ്ങനെയൊക്കെ എത്തി നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, കൊച്ചു കുട്ടികളൊക്കെ ഈ കാർട്ടൂണൊക്കെ നിഷ്കളങ്കമായിട്ടിരുന്ന് കാണും. പിന്നെ അവരുടെ കാരണവന്മാരുടെ കഴിവുകൾ കൊണ്ട് അവരുടെ ഫോണൊക്കെ എടുത്തിട്ട് റീൽസും കാണാൻ പോയെന്നിരിക്കും. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് അവർ നിഷ്കളങ്കമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു പ്രോഗ്രാം തെറിയിലും മറ്റൊരു പ്ലാറ്റ്ഫോമിൽ കാണുമ്പോഴത്തേക്ക് അവരത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ എത്ര കാര്യം എനിക്ക് പറയാൻ പറ്റും. ഇൻസ്റ്റഗ്രാം തൊട്ട് ടിക്ടോക്ക് തൊട്ട് സോഷ്യൽ മീഡിയാസ് എല്ലാം തൊട്ട് ഇങ്ങനെ പലതരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് എനിക്ക് പറയാൻ പറ്റും. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു 1 hourന് മുകളിൽ വീഡിയോ ആകും. ഞാനിപ്പോൾ പറയണത് ഒരിക്കലും ഒരു കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ജസ്റ്റ് തിങ്ക്, ഓക്കെ, തിങ്ക്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്, ഇങ്ങനെ പോയാൽ നമ്മുടെ നാട് എങ്ങോട്ടും ജസ്റ്റ് തിങ്ക് അബൌട്ട് ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ തിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇത് വെച്ച് നമ്മൾ ഫുൾ കാര്യം കവർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് മോർ ദാൻ 1 hour കണ്ടന്റാണ്. അതായത് കേരളത്തിലെ സകല കൾച്ചറും ഇൻഫ്ലുവൻസും നമ്മൾ നോക്കേണ്ടി വരും. സോ റൈറ്റ് നൗ ഇറ്റ്സ് ദ ഐ ഓപ്പൺ മൊമെൻറ്റ് ഫോർ യു. യു ക്യാൻ
think about it. Okay, how it's gonna affect our youth, how it's gonna affect our future.